What's up guys, welcome to the review forum. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് MacBook Pro 13 ഇഞ്ച് ആണ്. 8GB റാമും 256GB സ്റ്റോറേജുള്ള വേർഷനാണ് ഇത്. ഇതിനു മുമ്പ് ഇതേ പ്രോഡക്റ്റിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഏകദേശം ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി അമർത്തിയാൽ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ മെഷീൻ ഞാൻ ഒരു 2.5-3 മാസത്തോളം യൂസ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പ്രോസും കോൺസും എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണേണ്ടതുണ്ട്. ആദ്യം തന്നെ മാക്ബുക്ക് പ്രോയിൻ്റെ ഔട്ടർ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ 2 USB-C പോർട്ടുകളാണ് ഉള്ളത്. അതേപോലെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 3.5mm ജാക്ക് മാത്രമാണുള്ളത്. അതേപോലെ ഇതിൻ്റെ ഡയമെൻഷൻസ് 21.24 cm വിഡ്ത്തും 30.41 cm ലെങ്ത് ആണുള്ളത്. തിക്നെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 1.49 cm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ്. ലാപ്ടോപ്പ് ഒന്ന് തിരിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ ലിഡ് ഹിഞ്ചിൻ്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് 2 വെൻറ്റ് ഹോൾസ് കാണാൻ കഴിയും. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വില 1,30,000 രൂപയാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ വേർഷൻ, അതായത് 2017 വേർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മികച്ചൊരു മെഷീനാണ്. ഇതോടൊപ്പം തന്നെ ഇത് കുറേ അപ്ഗ്രഡേഷനും ഫീച്ചേഴ്സും കൊണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന് മുമ്പുണ്ടായിരുന്ന പ്രോസസ്സറിനേക്കാളും വളരെ ഫാസ്റ്റാണ് ഇപ്പോഴുള്ള പ്രോസസ്സർ. അതേപോലെ തന്നെ നമ്മുടെ വിരലടയാളം കൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഫീച്ചറും ഈ ഒരു ലാപ്ടോപ്പിലുണ്ട്. ആപ്പിളിൽ ആദ്യമായിട്ടാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അത് 2016 തൊട്ടുള്ള മോഡലിൽ വരുന്നെങ്കിലും ഈ ഒരു മോഡലിൽ T2 ചിപ്പ് ഉപയോഗിച്ചതോടെ വളരെ ഫാസ്റ്റാണ്. നിങ്ങൾ മാക്ബുക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ കണ്ണ് മാക്ബുക്ക് എയറിലാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 10,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ഈ ലാപ്ടോപ്പ് സ്വന്തമാക്കാം. മാക്ബുക്ക് എയറിന് വെച്ച് നോക്കുകയാണെങ്കിൽ 10,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ കൂടുതൽ പവറും കൂടുതൽ സ്പീഡും വളരെയധികം ക്വയറ്റായിട്ടുള്ള ഒരു മെഷീനാണ് ഇത്. മാക്ബുക്ക് പ്രോ 13 ഇഞ്ചിൻ്റെ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 8GB റാമും 128GB സ്റ്റോറേജ് ഉള്ളതാണ്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ 256GB മിനിമം സ്റ്റോറേജ് ഉള്ള ലാപ്ടോപ്പ് വാങ്ങിയാൽ നമുക്ക് കാര്യമുള്ളൂ. ബേസ് മോഡലിൻ്റെ വില 1,19,000 രൂപയാണെങ്കിൽ 256GBയുടെ വില 1,29,000 രൂപയാണ്. അപ്പോൾ ഇവിടെയും ഒരു 10,000 രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 8GB റാം വാങ്ങാതെ 16GB റാം വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നാൽ ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് 8GB റാമുള്ള മോഡലാണെങ്കിൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും അതിനില്ല. അപ്പം യൂസറിൻ്റെ ചോയ്സാണ് അവർക്ക് ഏത് മോഡൽ വേണം എന്നുള്ളത്. ഇവിടെയും 10,000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ലാപ്ടോപ്പിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.4 GHz 8th ജനറേഷൻ ഇൻ്റൽ i5 പ്രോസസ്സറാണ് ഈ ലാപ്ടോപ്പിലും ബേസ് മോഡലിലും ഉള്ളത്. i7ഉം i9 പ്രോസസ്സറുള്ള മോഡൽസ് 15 ഇഞ്ചും 16 ഇഞ്ച് മാക്ബുക്ക് പ്രോയിലേ കിട്ടുള്ളൂ. 1.4 GHz പ്രോസസ്സർ ടർബോ ബൂസ്റ്റിൽ 3.9 GHz വരെ നമുക്ക് തരും. എന്നാൽ ഇത് മുമ്പത്തെ വേർഷൻസിലുള്ള 2.3 GHz ഡ്യുവൽ കോർ പ്രോസസ്സറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിൽ ചെയ്യുന്ന വർക്കെല്ലാം അനായാസം കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. i5 പ്രോസസ്സർ ആണെങ്കിൽ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനും ഫോട്ടോ എഡിറ്റിങ്ങിനും ഇത് പ്രശ്നമില്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ 4K വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ പൊതുവേ സൈലൻ്റ് ആയിട്ടുള്ള ഈ മെഷീൻ്റെ ഫാൻ കറങ്ങുന്ന ശബ്ദം നമുക്ക് കേട്ടു തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിന് മാത്രം നോക്കി വാങ്ങുന്ന ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ 15 ഇഞ്ചോ 16 ഇഞ്ച് മാക്ബുക്കിൻ്റെ പുറകെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പുതിയ മാക്ബുക്ക് പ്രോ ലൈനപ്പിൽ കാണുന്നതാണ് ടച്ച് ബാർ എന്ന് പറയുന്ന ഒരു ഡിവൈസ്.
ഈ ടച്ച് ബാർ എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഫംഗ്ഷനും എസ്കേപ്പ് കീസിൻ്റെ ആ റോ എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരം ഒരു LCD സ്ക്രീനാണ് തന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചറിന് മിക്സഡ് റിവ്യൂസ് ആണുള്ളത്. ചിലർക്ക് അത് ഇഷ്ടപ്പെടുകയും ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അതവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ചില ആപ്സ് എടുക്കുമ്പോൾ, ഉദാഹരണത്തിന് മെസ്സേജ് ആപ്സ് എടുക്കുമ്പോൾ ഇമോജീസും നമുക്ക് പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് എല്ലാം അവിടെ എഴുതി വരുന്നത് ചില സമയങ്ങളിൽ അത് ഉപകാരപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്താണ് ആപ്പിളിൻ്റെ പുതിയ കീബോർഡ്. മുമ്പുണ്ടായിരുന്ന വേർഷൻസിൽ സിസർ സ്വിച്ച് ആയിരുന്നു, ഇപ്പോൾ ഉള്ളത് ബട്ടർഫ്ലൈ സ്വിച്ചാണ്. ഇതിനും മിക്സഡ് റിവ്യൂസ് ആണുള്ളത്. മുമ്പത്തെ മോഡൽസിൽ കീസിൻ്റെ ഇടയ്ക്ക് പൊടി കയറി കീസ് സ്റ്റക്കാവുന്ന അനുഭവം വരെ യൂസേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതൊന്നും കാണാനില്ല. സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഏറ്റവും ഫേമസ് ആയ റെറ്റിന ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിലും ഉപയോഗിച്ചിരിക്കുന്നത്. 4K ഡിസ്പ്ലേ സപ്പോർട്ടും ഇതിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ട്രാക്ക് പാഡും നമുക്ക് തരുന്നുണ്ട്. ഈ ട്രാക്ക് പാഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര വലിയൊരു ട്രാക്ക് പാഡാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ അത്രയും വലിപ്പം വരും. ഇതുകൂടാതെ ഫോഴ്സ് ടച്ച് മെക്കാനിസമാണ് ട്രാക്ക് പാഡ് യൂസ് ചെയ്യുന്നത്. സാധാരണ പോലെ ക്ലിക്ക് ചെയ്യുന്നതല്ലാതെ നമ്മൾ ട്രാക്ക് പാഡിൽ വിരൽ അമർത്തുമ്പോൾ ഒരു വൈബ്രേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളത് പ്രസ് ചെയ്തു എന്നുള്ള ഇല്യൂഷനാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. മാക്ബുക്ക് പ്രോ ലൈനപ്പിൻ്റെ ബാറ്ററി പവർ ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത് 10 hours എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ യൂസിന് ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 6 to 7 hours ആണ് മാക്സിമം. ഇത് മാക്ബുക്ക് പ്രോയിൻ്റെ ഞാൻ കണ്ടതിൽ വെച്ച് ആകെയുള്ള ഒരു ഫോൾട്ടാണ്. മുമ്പുണ്ടായിരുന്ന മാക്ബുക്ക് മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിലെ സ്പീക്കറിൻ്റെ ലൗഡ്നെസ് കുറച്ച് കുറവാണ്. എന്നാൽ അതൊരു ഫോൾട്ടായി ഞാൻ കാണുന്നില്ല. കാരണം ഇതിൻ്റെ കോമ്പറ്റീഷനിലുള്ള മറ്റ് ലാപ്ടോപ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പോഴും ലൗഡാണ്. സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. പക്ഷേ അത് റെക്കോർഡിങ് ചെയ്യുന്നതുകൊണ്ട് അത്രയും നന്നായി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളൊന്ന് നോക്കി നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ നല്ല റിവ്യൂസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ.